മഴ തോരുമ്പം വീട് നാളത്തെ എപ്പിസോഡിൻ്റെ പ്രൊമോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ വിഷമത്തോടെ അലീന പോവുകയാണ്. അതിനുശേഷം നമ്മുടെ രോഹിത്തിനോട് പറയുന്നുണ്ട്, ഹരിശങ്കർ നിന്നോട് ഞാൻ എത്തരത്തിലുള്ളൊരു പെണ്ണാണ് എന്ന് പറഞ്ഞു തന്നിട്ടുള്ളതെന്ന് എനിക്കറിയില്ല, പക്ഷേ അവൻ്റെ വാക്ക് കേട്ട് നിൻ്റെ ജീവിതം നീ കളയരുത് എന്നും പറഞ്ഞു കഴിഞ്ഞിട്ട് ദേഷ്യത്തോടെ തന്നെയാണ് പറയുന്നത്. അതിനുശേഷം പണം കൊടുക്കണ്. അലീനയുടെ കയ്യിലുണ്ടായിരുന്ന പണമാണ് ഏൽപ്പിക്കണേ നമ്മുടെ ബാലചന്ദ്രനെ. അപ്പോൾ ബാലേന്ദ്രൻ ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുന്നുണ്ട്. അത് മേടിക്കാൻ കൂട്ടാക്കണില്ല. അപ്പോൾ നമ്മുടെ വൈജയന്തിയോട് പറയണേ, ഞാൻ ഇവിടുത്തെ പണം മോഷ്ടിച്ചു എന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ നിങ്ങൾ ഈ പണം വാങ്ങണം, ഇല്ലാതെ ഞാൻ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങില്ല എന്ന് അലീന ധൈര്യത്തോടെ അങ്ങോട്ട് പറയുന്നത്. അതൊട്ടും പ്രതീക്ഷിച്ചില്ല. വൈജയന്തിക്ക് വല്ലാത്തൊരു അടിയായിരുന്നു കിട്ടിയത്. വൈജയന്തിക്ക് ആ കാശ് മേടിക്കാൻ അഭിമാനം സമ്മതിച്ചില്ല. കാരണം അലീന എടുത്തിട്ടുണ്ടോ എന്ന് ഉറപ്പൊന്നുമില്ല. എന്തായാലും അലീന അവിടെ നിന്ന് പോകേണ്ടത് അവരുടെ ആവശ്യമായിരുന്നല്ലോ. എന്നാലും വൈജയന്തി ആ കാശ് മേടിക്കാൻ കൂട്ടാക്കില്ല. നിങ്ങൾക്കറിയാം ഞാൻ ആ പണം വാങ്ങില്ല എന്ന്. ഞാൻ അന്തസ്സോടു കൂടി തന്നെ ജീവിക്കുന്നത്. എൻ്റെ കയ്യിലൊന്നുമില്ല, സ്വർണവും പണവും സമ്പത്തും സ്വന്തക്കാരും ആരുമില്ല. പക്ഷേ എനിക്ക് അഭിമാനം ഉണ്ടെന്ന് പറയും. ബാലേന്ദ്രൻ ആകെ തരിച്ചിരിക്കുന്നു. ആ സമയത്ത് നമ്മുടെ മനു അങ്ങോട്ട് വരുന്നുണ്ട്. മനു വന്നതിന് ശേഷം മനു അകത്ത് കയറി പറയുന്നുണ്ട്, പണം കാണാനായിട്ടുണ്ടെങ്കിൽ സ്വന്തം മകനെ വിളിച്ച് രണ്ടടി അടിച്ചാൽ സത്യം പുറത്ത് വരും, അല്ലാതെ വീട്ടിൽ നിൽക്കണ പാവപ്പെട്ട പെൺകുട്ടികളുടെ മേത്തല്ല കുതിര കയറണ്ടേന്ന് പറയും. അതുപോലെ തന്നെ ഹരിശങ്കറിനും കിട്ടിയിട്ടുണ്ട് എൻ്റെ കയ്യിൽ നിന്ന്. എല്ലാം 4 പെട കൊടുത്തപ്പോൾ അവൻ തത്ത പറയണ പോലെ എല്ലാം പറഞ്ഞിട്ടുണ്ട്. ഇനി ആൻറ്റിക്ക് അലീനനെ കുറിച്ച് സംശയമുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ വൈജയന്തി ഒന്നും മിണ്ടാണ്ട് ദേഷ്യത്തോടെ അങ്ങനെ നിൽക്കുന്നതോടെയാണ് പ്രമോയുടെ അവസാന ഭാഗം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.